ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ അല്ലേ? നമുക്ക് തന്നെ സ്പെഷ്യൽ ആണ്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഏതാന്ന് വെച്ചാല് ഹോസ്പിറ്റൽ ബാഗ്. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് ആണ് ഗൈസ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മളെ ഹോസ്പിറ്റലിലേക്ക് കയറാനുള്ള ടൈം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ ഈ പ്രഗ്നൻസി പീരീഡില് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ദിവസങ്ങൾക്ക്, അതായത് 7-8 മാസം തന്നെ ബാഗ് പാക്ക് ചെയ്യുന്നവരുണ്ട്. നമ്മൾ അതിനു മുമ്പേ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുവായിരുന്നു. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇപ്പോഴാണ്. പക്ഷെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കാണുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആയിട്ടുണ്ടാവാം, ചിലപ്പം ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ഗൈസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ ബാഗ് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ബാഗ് ഉണ്ട്, കുറേ ലഗേജസ് ഉണ്ട്. കാരണം ഇവിടുന്ന് കോട്ടയം വരെ പോകേണ്ടതുണ്ട്. നമ്മളിപ്പം കാണുമ്പോ ചിലപ്പോ ഓവറാന്ന് തോന്നാമെങ്കിലും നമ്മളിപ്പോ കോട്ടയത്ത് പോയിട്ട് പിന്നെ തിരിച്ച് വന്ന സാധനങ്ങൾ സമയത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി പറ്റത്തില്ല. കാരണം ഓടി ഓടി വന്ന് വീട്ടിൽ നിന്ന് എടുക്കാനായിട്ട് ആ വീടിന് അടുത്തല്ല. 2-2.5 കിലോമീറ്റർ അല്ല 2.5 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ പോയി നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ വന്ന് സാധനങ്ങൾ അതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ നമ്മളിങ്ങനെ സോർട്ട് ചെയ്ത് ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ. പിന്നെ നമുക്ക് ഒരു ഹോസ്പിറ്റൽ ബാഗിന് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ വീട്ടിലത്തെ കിണ്ടിയും കരണ്ടിയും വരെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അർജന്റായിട്ട് എന്തെങ്കിലും വേണ്ട വന്നാൽ അവിടെ നിന്നെങ്കിലും അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഇപ്പൊ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. ബാക്കിയെല്ലാം നമ്മള് മാക്സിമം ലിസ്റ്റ് ചെയ്ത് അല്ലെ എത്ര ലിസ്റ്റ് ചെയ്തല്ലേ നമ്മള് ഏകദേശം ഒരു 6-7 ഒക്കെ ആയപ്പോ തന്നെ നമ്മള് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബാഗുകൾ എടുത്ത് സെറ്റാക്കി വെക്കും. കൂടിക്കൂടി വന്നു, സാധനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു. അപ്പം നമ്മുടെ ഇപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അഡ്മിറ്റ് ആവാനുള്ള 2-3 ദിവസങ്ങൾക്ക് തൊട്ട് മുമ്പായിട്ടാണ്. ജനുവരി 27-ാം തീയതിയാണ് ഇന്ന് നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. 30-ന് നമുക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ അത് എപ്പോഴാവും അറിയത്തില്ല. അപ്പൊ നമ്മുടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കുന്നത് ജനുവരി 30-ാം തീയതിയാണ്. നമുക്ക് ഡേറ്റ് തന്നിരിക്കുന്നത് ശരിക്കും ഫെബ്രുവരി 25 ആണ്. പക്ഷെ അതുവരെ നമുക്ക് പോകത്തില്ല. അപ്പൊ 30-ാം തീയതി നമ്മൾ അഡ്മിറ്റ് ആവുന്നു. ഇനി ബാക്കി എല്ലാം അപ്പോ നമുക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് മറക്കാൻ പാടില്ലാതെ എടുക്കേണ്ട ഒരു സാധനം, അത് ഫസ്റ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. മെഡിക്കൽ റെക്കോർഡ്സ്, സ്കാനിങ് റിപ്പോർട്ട്സ്, കാര്യങ്ങളെല്ലാം. പിന്നെ ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ആവശ്യത്തിന് റെക്കോർഡ്സ്, നമ്മുടെ പേപ്പേഴ്സും കാര്യങ്ങളും ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റണം. അപ്പൊ അത് കാരണം അത് പിന്നെ തുണിയാണ് പെട്ടെന്ന് പുറത്തുനിന്ന് മേടിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ സാധനം എടുത്ത് വെച്ചിരിക്കുന്നത് തന്നെ ഒരുപാട് എഴുത്തുകുത്തുകളിലൂടെ എടുത്ത് വെച്ചിരിക്കുക, ഒന്നും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ എന്റെ കൂടെ നമ്മുടെ കാർഡ്സ്, ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഫയല് ഭദ്രമായി, ഹോസ്പിറ്റലിലെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഈ ഫയലുണ്ട്. ഇത് കൊണ്ടുപോകാൻ അങ്ങോട്ട് പോയാൽ നമ്മൾ ഈ ബാഗും എല്ലാം പറക്കിയെടുത്ത് ഇപ്പം പ്രസവിക്കാനുള്ള ആള് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവരുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോയിട്ട് കാര്യമില്ല. നമ്മളത് ഫസ്റ്റില് സെറ്റ് ചെയ്ത് നമ്മള് ഈ വ്യാഴാഴ്ച വരുന്ന വ്യാഴാഴ്ച ഇന്ന് 27 30-ാം തീയതി നമ്മൾ അഡ്മിറ്റ് ആവും. 30-ാം തീയതി അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് നമുക്ക് C-സെക്ഷൻ ആണുള്ളത്. അപ്പം C-സെക്ഷൻ ആണ്. അപ്പൊ ആ സമയത്ത് അന്ന് തന്നെ ഇതുണ്ടാവോ, ഓപ്പറേഷൻ ഉണ്ടാവോ ഇല്ലോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം അകത്തേക്ക് വേറെ ആർക്കും കയറാൻ പറ്റില്ല. അപ്പൊ അമ്മയായിരിക്കും പൊന്നയുടെ കൂടെ നിൽക്കുന്നത് ഗൈസ്. നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ, ഡെലിവറി ആയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കും കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്, അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടക്കത്തില്ല ഗൈസ്. കാരണം നമ്മൾ കാണിച്ചപ്പോ തൊട്ട് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു C-സെക്ഷൻ ആയിരിക്കും, കൺഫേം ആണ്, അതിനങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകത്തില്ല. അതുപോലെ നമുക്ക് ഒരു ചാൻസ് ഇല്ലാത്തത് കൊണ്ട് C-സെക്ഷൻ ആണ് ഗൈസ്. അപ്പൊ എനിക്ക് കയറാൻ പറ്റത്തില്ല. പൊന്നയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡെലിവറി സമയത്ത് ഞാനും കൂടെ കയറണമെന്ന്. എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നടക്കത്തില്ല. പക്ഷെ നമ്മളത് ഉൾക്കൊണ്ടു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്ന് ഇങ്ങെത്തി ഗൈസ്. ഇനി വെറും 2 ദിവസം, ഇന്ന് തിങ്കൾ, ചൊവ്വ, ബുധൻ, ഈ 2 ദിവസം മാത്രം. നമ്മൾ ബുധനാഴ്ച ഈവനിങ് തന്നെ നമ്മൾ കോട്ടയത്തേക്ക് പോകും ഗൈസ്. വ്യാഴാഴ്ച നമ്മൾ അഡ്മിറ്റ് ആവാൻ പറഞ്ഞ ഡേറ്റിൽ നമുക്ക് വ്യാഴാഴ്ച പോകാൻ പറ്റില്ല. നമുക്ക് സ്കാനിങ് ഉണ്ട്. സ്കാനിങ്ങിന് ശേഷം അഡ്മിറ്റ് ആക്കും. അഡ്മിറ്റ് ആക്കിയതിന് ശേഷം അന്ന് C-സെക്ഷൻ അന്ന് ചിലപ്പോ ഞാൻ എന്റെ ബേബിയെ നേരിട്ട് കാണും ഗൈസ്. ദിവസത്തേക്കാണോന്നൊന്നും നമുക്ക് അറിയത്തില്ല. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ എന്തായാലും ഈ ഒരാഴ്ചക്കകത്തെല്ലാം ശുഭമായിട്ട് നടക്കും. ഈ ജനുവരിക്ക് ഉള്ളിൽ തന്നെ, ജനുവരി തീരുന്നതിൽ തന്നെ എന്തും സംഭവിക്കും.
അപ്പം എല്ലാവരും ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന എല്ലാവരും മറക്കാതെ എല്ലാ റെക്കോർഡ്സുകളും ID കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ് അതുപോലെയൊക്കെ ഉള്ള റേഷൻ കാർഡ് എന്നിങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റേഷൻ കാർഡ്, പാൻ കാർഡ്, എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുക. അതുപോലെ തന്നെ മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റ്സ്. അത് മസ്റ്റ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റ്. ഇതാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ നമ്മുടെ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം വേണ്ടത്, അതായത് ആദ്യം വേണ്ടത് മാത്രമല്ല, നമ്മൾ ബാഗ് തുറക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടതും ഈ ഒരു ഫയലായിരിക്കും ഗൈസ്. അത് നല്ല രീതിയിൽ ഭദ്രമായിട്ട് ഒരു ഫയലിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പം ഇതൊരു കുട്ടി ബാഗാണ്. ഇത് സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊടുക്കാൻ ഫസ്റ്റ് നമുക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, പിന്നെ അവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറായിട്ടുള്ള ഒന്നും എനിക്ക് പറ്റത്തില്ല. അഡ്മിറ്റ് ആവുന്ന തൊട്ട് ഡിസ്ചാർജ് ആകുന്നത് വരെ ഫുൾ അതൊരു സത്യം പറഞ്ഞായിരിക്കും വൈറ്റ് ആൻഡ് വൈറ്റ്. സത്യം പറഞ്ഞാൽ ഇവിടെ എങ്ങനെ നമ്മുടെ ഇവിടെ പത്തനംതിട്ട അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു ഇതറിയില്ല ഗൈസ്. ഇപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു കാര്യം, കോട്ടയം നമ്മൾ മെഡിക്കൽ കോളേജിലാണ് കാണിക്കുന്നത്, നമ്മുടെ ട്രീറ്റ്മെന്റ് അവിടെയാണ്. അപ്പൊ മെഡിക്കൽ കോളേജിന്റെ ആയിട്ടുള്ള റൂൾസ് നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഗൈസ്. എങ്ങനെ അതാണ് ഇപ്പൊ പെട്ടെന്ന് ഓടിച്ചിട്ട് കാണണം എന്ന് പറഞ്ഞാൽ അകത്ത് കയറാനും പറ്റാത്തൊരവസ്ഥയാണ് ഗൈസ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പുറത്ത് ഇങ്ങനെ താടി കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ ഗ്യാസ്, വേറെ ഒരു വഴിയില്ല അകത്ത് കയറാൻ. എങ്കിലും ചിലപ്പോ ശരിക്കും ഞാൻ ഈ ഒരാഴ്ചക്കകം ഒരു 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 ഇതിനുള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാണിച്ചത് ഫുള്ള് വൈറ്റ് ആൻഡ് വൈറ്റ്. ഇത് ഗൈസ് അതുപോലെ നമ്മൾ പാക്ക് ചെയ്യാൻ നേരത്തെ നമ്മൾ ഇത് കവറിലൊക്കെ ഇട്ടാട്ടോ എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കണം. സെപ്പറേറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും കഴുകി തേച്ച് മടക്കി സിപ്പ് കവറിലൊക്കെ ആക്കി കൊണ്ടുപോകണം എന്നുള്ളത്. നമ്മൾ ഓരോ വട്ടം പോകുമ്പോഴും നമ്മൾ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ, എല്ലായിടത്തും അങ്ങനെ തന്നെ പറയുന്നുണ്ടാവും. പിന്നെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം ഈ ഒരു ബാഗിനകത്ത് നമുക്കുള്ളത് ഷർട്ടും മുണ്ടും ആണ്. എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള ഷർട്ടും മുണ്ടും നമ്മൾ ഈ ബാഗിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനുള്ളിലേക്ക് ആവശ്യമായിട്ട് ചോദിക്കും വെള്ളമുണ്ട്. അത് കുറേ കഴുകി ഒരു 4-5 എണ്ണം ഉണ്ടല്ലേ, ഇത് കഴുകി മടക്കി തേച്ച് വെച്ചതാണ്. ഇപ്പം ബാഗ് നേരത്തെ പാക്ക് ചെയ്തുകൊണ്ട് തേച്ചതൊക്കെ ഒരു പരുവായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് കുറച്ച് ഒരു കൂടിപ്പോയ 2-3 മാസം മുമ്പ് നമ്മളിത് എല്ലാം സെറ്റ് ആക്കി വെച്ചിരുന്നത്. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ എടുക്കുന്ന ഏത് ക്ലോത്ത് ആണെങ്കിലും അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അയൺ ചെയ്ത് വെക്കണം എന്നുള്ള കാര്യം. അപ്പൊ അത് നമ്മൾ നേരത്തെ ഓൾറെഡി തന്നെ എല്ലാം തേച്ച് മടക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇനി നോക്കുമ്പോ ഫുള്ള് ചവറായിട്ടുണ്ടാവും. പിന്നെ ഒരു വൈറ്റ് തോർത്ത്. അപ്പം ഇത് ഫുള്ള് വെള്ളത്തുണികൾ മാത്രമാണ്. ഇത് കുഞ്ഞിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ ചോദിക്കുവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റണം. എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും പെട്ടെന്ന് അകത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് വെള്ളമുണ്ട്, വെള്ള ഷർട്ട്, വെള്ളത്തോർത്ത് അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ ബാഗിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിനകത്ത് ഒരു നാപ്കിൻ കൂടെ വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് വെക്കേണ്ടതല്ല, പിന്നെ ജസ്റ്റ് ഒന്ന് വെച്ചതാണ്. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട വന്നാൽ അത് 1-2 ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാഗിനകത്ത് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മള് പ്രത്യേകിച്ച് പുതിയൊരു കാര്യം കൂടെ ഈ ബാഗ് ഒരുപാട് നാള് അന്ന് നമ്മള് വാട്ടർ ബോട്ടിൽ അല്ലേ, അന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി കുപ്പി തെരഞ്ഞോണ്ട് നടക്കുന്ന സമയത്താണ് ഇവളുടെ കണ്ണിൽ യാദൃച്ഛികമായിട്ട് ഒരു ബാഗ് ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷെ ഇത് ശരിക്കും നമ്മുടെ ലൈഫിൽ യൂസ് ആയി തുടങ്ങിയിട്ടില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും വീട്ടിലുള്ള ഏകദേശ സാധന സാമഗ്രികൾ ഇതിനകത്ത് കൊള്ളും. ശരിക്കും കുഞ്ഞ് വന്നതിന് ശേഷം കുഞ്ഞുമായിട്ട് ട്രാവൽ ചെയ്യുന്ന ടൈമിൽ കുഞ്ഞിന്റെ സാധനങ്ങൾ, ടർക്കി അതുപോലുള്ള സാധനങ്ങളെല്ലാം അതെല്ലാം കൂടെ വെക്കാൻ വേണ്ടി ഇത് നമ്മൾ മീഷോന്ന് മേടിച്ചത് 3-in-1 അങ്ങനെ എന്തോ ആയിരുന്നു. അതെ, ഇത് 3 ടൈപ്പിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും ചെറിയൊരു മിനിയേച്ചർ സൈസ്, പിന്നെ എന്റെ വലിയ സൈസ്. ഇത് ഇപ്പം ഏറ്റവും ബിഗ് സൈസ് ആണ്, ബിഗ് സൈസ്. പക്ഷെ ഇത് ഭയങ്കര വർത്താണ് കേട്ടോ. ഇതിനകത്ത് ഇനി എന്നെ വേണേലും വെച്ചോണ്ട് ഭയങ്കര വർത്താണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഹോസ്പിറ്റലിലേക്ക് ഈ കഴിഞ്ഞ 2 വട്ടം ചെക്കപ്പിന് പോയ സമയത്ത് ഇത് ഞാനായിരുന്നു കൈസ് തൂക്കി പിടിച്ചോണ്ടിരുന്നത്. അന്യായ വെയിറ്റ് എന്ന് പറഞ്ഞ അന്യായ വെയിറ്റ് ആയിരുന്നു. അത്രയ്ക്ക് സാധനം ഇതിലേക്ക് മേടിക്കുവാണെങ്കിൽ ആർക്കും നഷ്ടം വരത്തില്ല. വലിയ എമൗണ്ടും ഇല്ല അല്ലേ? വലിയ എമൗണ്ട് ഒന്നുമില്ല, നിസ്സാരം, വെറും 1000 രൂപ. 333 രൂപയോ അത്രയും കണ്ടേ ഉള്ളൂ. നമ്മൾ മേടിച്ച സമയത്ത് അത്രയും കണ്ടേ ഉണ്ടായിരുന്നു.
അപ്പോ ഇത് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ ബാഗില്. ഈ ബാഗ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് പൊന്നെ തന്നതാണ്. ഒരുപാട് നാൾ ആഗ്രഹിച്ച സാധനം. എന്റെ വിഷ് അത് ലിസ്റ്റിൽ ഞാൻ ഗിഫ്റ്റ് ഒരു കൊടുത്തേ 5 month തൊട്ട് എന്റെ വിഷ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു സാധനം ഇത്. അതിപ്പോ ഞാൻ അറിയാതെ എനിക്ക് അത് ഒരു പ്രത്യേകത ഉണ്ട്. ഇവളുടെ ഫോണിൽ കയറി ഇവളുടെ ഇതിന് തന്നെ ഓർഡർ. അത് ഞാൻ അറിഞ്ഞില്ല, പൊട്ടി. അപ്പൊ ഗൈസ് നമ്മൾ നെക്സ്റ്റ് നമ്മള് ബാഗ് ഏതാന്ന് വെച്ചാൽ പൊന്നാട ബാഗാണ്. പൊന്നാട ബാഗിനകത്ത് എന്തൊക്കെയുണ്ട് നമ്മള് കാണാൻ പോവാ. എനിക്ക് തോന്നുന്നു എന്റെ സാധനം ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ബാഗിലും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ബാഗ് അല്ലാണ്ട് നമ്മൾ മറ്റൊരു ബാഗ് അങ്ങനെ പുറത്തുനിന്ന് അഡീഷണൽ ആയിട്ട് പുതിയൊരു വാങ്ങിയിട്ടില്ല ഗൈസ്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബാഗുകൾ തന്നെയാണ് ഈ കാണുന്നതല്ല. ഇതിനുള്ളിലെന്ന് ഇപ്പം എടുത്തു കാണിക്കേണ്ട ആവശ്യമില്ല. ഇതിനുള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജസ്റ്റ് 1-2 ടോപ്പുകള്, പിന്നെ ഒരു 2-3 നൈറ്റി, ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയും നോർമൽ നൈറ്റി. അത് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. 2 പീസ് വെച്ചിട്ട് എടുത്തുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ അവിടുന്ന് ഇറങ്ങുന്നിടം വരെ വെള്ളയും പോലെ കൊക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവര് ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെന്തിനാ എടുത്തേന്ന് ചോദിച്ചാ അഹങ്കാരം കൊണ്ടല്ല, ഒരു പേലം. സപ്പോസ് എങ്ങാനും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് വേണമെങ്കിൽ ഒരു നൈറ്റ് ഇട്ടോ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റ്. ഡോക്ടറിനെ തോന്നുക മോള് ഒരു നൈറ്റ് അങ്ങ് ഇട്ടോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം എടുത്തിടാൻ വേണം. അത് കാരണം അതൊന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചേക്കാണ്. നമ്മൾ എടുത്തേക്കുന്ന തുണികൾ മൊത്തം ടോട്ടലി എല്ലാം നല്ല ക്ലീൻ ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്ത് വെച്ചുള്ള സാധനമാണ് ഗൈസ്. അതെ, ഇത് ജസ്റ്റ് ഒരു ഇതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് പാന്റും ഒരു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഭയങ്കര. കാരണം ഫസ്റ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് അവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് എടുക്കാനോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഓടി വന്ന് ഒരു സാധനം എടുത്തു തരാനോ. അത് മാത്രമല്ല നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന അല്ലെങ്കിൽ എപ്പോഴും പോകുന്ന ഒരു ഹോസ്പിറ്റലും അല്ല. നമ്മൾ ഇത്രയും ലോങ്ങിൽ നമുക്ക് ഇപ്പൊ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. നമുക്ക് അവിടെ സെപ്പറേറ്റ് ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കാം. നമുക്ക് കൺസൾട്ടിങ് ടൈമിൽ സംസാരിക്കാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അവരുടെ വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ വിളിച്ച് സംസാരിക്കാനോ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റീസും ഇല്ല. അവിടുത്തെ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അവർ പറഞ്ഞു പോലും തരത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം ഒരു മുൻകരുതൽ പോലെ എടുത്ത് വെച്ചിരിക്കും. ഒരു 2 പാന്റ്, ഒരു ടർക്കി, ഒരു ഷോള്, ഇത് ജസ്റ്റ് ചുമ്മാ വെച്ചിട്ടുണ്ട്. ഇനിയാണ് അത്യാവശ്യമുള്ള സാധനങ്ങള്. ന്യൂമോമിന്റെ ഒരു മെറ്റർനിറ്റി അതിന്റെ ഫിക്സേറ്റർ ഉണ്ട്. ഇതൊക്കെ എന്റെ കുറെ ഫ്രണ്ട്സ് എനിക്ക് ശരിക്കും പറഞ്ഞ എന്റെ ഫ്രണ്ട് റിയ എനിക്ക് സജസ്റ്റ് ചെയ്തെന്ന് പറയുന്നത്. കുറെ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു ഈ ഒരു സാധനം ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ നമ്മൾ എന്തായാലും ഇത് ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാ. നല്ല റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ ഓൾമോസ്റ്റ് പ്രഗ്നൻസി ബാഗിൽ, അതായത് ഹോസ്പിറ്റൽ ബാഗിൽ എല്ലാത്തിലും ഈ ഒരു സാധനം കണ്ടിട്ടുണ്ട്. അപ്പം ഒരു മെറ്റർനിറ്റി പാഡും അതിന്റെ ഫിക്സേറ്ററും ഉണ്ട്. അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് നമ്മൾ അങ്ങനെ മേടിച്ച ഇത് കെയർഡന്റെ ഡിസ്പോസിബിൾ പീരിയഡ് പാൻറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഡിഫിക്കൽട്ടീസ് എന്തായിരിക്കും എങ്ങനെയായിരിക്കും നമുക്കറിയത്തില്ല. പിന്നെ അല്ലാതെ ഒരു നോർമൽ സാനിറ്ററി പാഡ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇന്നേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആകും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പിന്നെ ഇതിനകത്ത് ഇരിക്കുന്ന എന്താ കവറല്ലേ? ഇതെന്റെ ചപ്പൽ. നമ്മളൊരു പൊന്നാനി ഹോസ്പിറ്റലിൽ ചപ്പൽ വാങ്ങിയിട്ടുണ്ട്. ആ ചപ്പലാണ് കവർ ചെയ്യുന്നത്. ചപ്പൽ അതിന്റെ റബ്ബറിന്റെ സ്മെല്ല് വേറെ ഒന്നും ആവാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇതേ ഉള്ളൂ. അല്ല ഇതിനകത്ത് എന്താ ഉണ്ടാ? അപ്പൊ ഇതേ ഉള്ളൂ പൊന്നാനി ഹോസ്പിറ്റൽ. ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടല്ലോ. ഇത് ഇനി ഇതിനകത്ത് ഒരുപാട്, ഇതിനകത്തൊരു സോപ്പ്, അത് വേറെ ഇതിനകത്ത് ഇടാനുള്ളതാണ്. ഈ കുളിക്കാതെ വെക്കുന്നില്ല സോപ്പ്, ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഈ ബാഗില് ഇനിയും ഒരുപാട് സാധനങ്ങൾ കയറാനായിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ പുറത്ത് ഇപ്പൊ അത്യാവശ്യമായിട്ട് എടുക്കാനുള്ളതൊക്കെ ആയിട്ട് പുറത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പോകുമ്പോഴത്തേക്ക് സെറ്റാക്കി അതേപോലെ ഒരു കാര്യം, നമുക്ക് അത്യാവശ്യം, അതായത് പെട്ടെന്നൊരാവശ്യം വന്നാൽ എടുക്കാൻ വേണ്ട സാധനങ്ങൾ ആദ്യം ടോപ്പിൽ വന്നിട്ട് പിന്നീടത്തേക്കുള്ള സാധനങ്ങൾ അടിയിലേക്ക് പോയിട്ടാണ് നമ്മൾ ബാഗ് സെറ്റ് ചെയ്യുന്നത്. ഈ ബാഗിലുള്ള സാധനം ഫസ്റ്റ് ഡേയിലോ പെട്ടെന്ന് ആവശ്യം വരുന്നതല്ല, ഫസ്റ്റ് ഡേയിൽ ആവശ്യം വരുന്ന ഒരു സാധനങ്ങളല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് പറക്കി വെക്കട്ടെ. സഹായിക്കണോ ചേച്ചി? വേണ്ട, സഹായിക്കാ നിന്നെ, ഇല്ലെങ്കിൽ ഇത് മൊത്തം ഇവിടെ കുഴഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് എന്റെ ബാഗ് കഴിഞ്ഞു. പൊന്നാടെ ബാഗ് ഞാൻ പറഞ്ഞില്ലേ, പൊന്നാടെ ബാഗിനകത്ത് ഒന്നുമില്ല, വേണ്ടാത്ത കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ മാത്രമേ എന്റെ ബാഗിനകത്ത് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ആദ്യം ബാഗ് സെറ്റ് ചെയ്തത് വേറൊരു രീതിയിലായിരുന്നു.
പിന്നെ സെറ്റ് ചെയ്തത് വേറെ രീതിയിലാണ്, വട്ടം അഴിച്ചുകൊണ്ട് പിന്നെ സെറ്റ് ചെയ്തത് വേറെ രീതിയിലാണ്. അങ്ങനെ സെറ്റ് ചെയ്തപ്പോ പൊന്നയുടെ ഭയങ്കര ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാത്രം. എനിക്ക് വൈറ്റ് ആൻഡ് വൈറ്റ് മാത്രം മതി. അതിന്റെ വേറൊന്നുമില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ തന്നെ നമ്മൾ ഓരോ വട്ടം ചെല്ലുമ്പോഴും ക്ലാസ്സുണ്ട്. അപ്പൊ ക്ലാസ്സിൽ പറയുന്ന പറഞ്ഞാല് അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പൊന്നെ പുറത്തിറങ്ങുന്ന വരെ വൈറ്റ് ആൻഡ് വൈറ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഡിസ്ചാർജ് ആകുന്നത് വരെ അതുവരെ. ഫോർമാലിറ്റി എന്ന് എനിക്ക് മനസ്സിലായി. അതാണ് നമ്മൾ ഒരു ലോഡ് വെള്ള ഡ്രസ്സുകൾ ഷർട്ടും മുണ്ടും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നെക്സ്റ്റ് ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പൊന്നു ബേബിന്റെ ആണ് ഗൈസ്. അപ്പൊ ഇനി ഇതിന്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്താണുള്ളത്. ഈ ബാഗും കൂടെ ഒന്ന് കാണിച്ചേ. ഈ ബാഗ് നമ്മള് ഒരു തിരുത്തലുണ്ട് ഗൈസ്. ആ ബാഗ് മാത്രല്ല, ഈ ബാഗ് വാങ്ങിയത്. അല്ല, ഞാൻ അത് വിട്ടുപോയി. ഹോസ്പിറ്റൽ ബാഗിന് വേണ്ടി ഈ ബാഗാണ് ഫസ്റ്റ് വാങ്ങിച്ചത് കുഞ്ഞിന് വേണ്ടി. ഇതിനകത്ത് നിറയെ നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, നമ്മുടെ ബേബിന്റെ സാധനമാണ് ഗൈസ്. ഓർഡർ അനുസരിച്ച് വെച്ചിരിക്കുക ഫസ്റ്റ്. കാരണം എന്റെ കൂടെ നിൽക്കുന്നത് അമ്മ ആയിരിക്കും. അത് മാത്രമല്ല, ഓർഡർ അനുസരിച്ചാണ് അമ്മയാണ് നിൽക്കുന്നത്. പറയാൻ വന്നു പറഞ്ഞു കേട്ടോ, ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞ സാധനം തന്നെ എന്റെ മേടിച്ചിട്ട് പറയാം. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ആണ് നിൽക്കുന്നത്. ഇപ്പൊ എനിക്കാണെങ്കിൽ അല്ല പൊന്നയ്ക്കാണെങ്കിൽ ഇതിനകത്ത് ഏത് ബാഗിൽ ഏത് സാധനം ഉണ്ടെന്നുള്ളത് അറിയാം, ക്ലിയർ ആയിട്ട് അറിയാം. അമ്മ നിൽക്കുന്നത്. ഇപ്പൊ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്താൽ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ അവിടെ വരുന്ന സമയത്ത് അമ്മയ്ക്ക് പെട്ടെന്ന് തുറന്ന് നോക്കി ഇതെന്താന്ന് നോക്കാതെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ എല്ലാത്തിന്റെയും ഫ്രണ്ടിൽ അമ്മയുടെ ആ ഒരു ബുദ്ധിമുട്ട് വരെ നമ്മള് പരിഹരിച്ചെന്നുള്ളതാണ്. നമ്മളത് എഴുതി വെച്ചേക്കാണ്. അമ്മ വന്ന് നോക്കുമ്പോ ഇതിന്റെ അകത്താണ്. അതുപോലെ തന്നെ ഓർഡർ അനുസരിച്ചായിരുന്നു. ഞാൻ ഒരു വട്ടം കൂടെ ഞാൻ പറയാം, നമ്മൾ ഓർഡർ അനുസരിച്ചായിരുന്നു എല്ലാം സെറ്റ് ചെയ്തിരുന്നത്. ഇനി ഇതിപ്പോ എടുക്കുമ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. കാരണം പൊന്നാക്കി ചില സമയത്ത് ഇരിക്കുമ്പോണ്ടല്ലോ ഓരോ നിലയ്ക്കും വീണ്ടും അടുക്കി പറക്കുക, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അതെല്ലാം ഉണ്ടോ എന്നുള്ളതിന്റെ ആ ഒരു ഭയങ്കരത. അപ്പൊ ഫസ്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് റിസീവിംഗ് ടവല് ഒരു ഇതിനകത്തൊരു 3 ഉള്ളൂ. പക്ഷെ വേറെയും ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ തൽക്കാലം എടുത്ത് വെച്ചേക്കുന്ന എത്ര ഉള്ളൂ. ഇനി എത്രത്തോളം വേണ്ടി വരുമെന്ന് അറിയത്തില്ല. കാരണം നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ബാഗുകൾ ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബാഗിനകത്ത് നമ്മൾ ഫസ്റ്റ് കൊടുക്കാനായിട്ടുള്ളതായിട്ട് 3 എടുത്ത് വെച്ചിട്ടുണ്ട്. റിസീവിംഗ് ടവൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള വെള്ളമുണ്ട്. അത് നമ്മൾ മുറിച്ച് പീസാക്കി വെച്ച് പീസാക്കി വെച്ചിട്ട് ബേബിന്റെ മുണ്ടൊക്കെ മുറിച്ച് പീസാക്കി ഇസ്തിരിയിലൊക്കെ ഇട്ട് തേച്ച് മടക്കി അടക്കി വെച്ചിരിക്കുന്നതാണ് ഗൈസ്. എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കെട്ടെടുപ്പ് സത്യം പറയാല്ലേ, ഇവൾ എന്നെ കൊണ്ട് ഒന്നും തൊടിയിപ്പിക്കത്തില്ല. കെട്ടെടുപ്പ് വൈറ്റ് കുറച്ചെടുത്തിട്ടുണ്ട്. നമ്മള് വാങ്ങിച്ചപ്പം വൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കളർ മേടിച്ചിട്ടുണ്ട്. പിന്നീടാണ് മനസ്സിലായേ അവിടെ നിങ്ങളുടെ അവിടെ നമ്മുടെ ഇവിടെ വൈറ്റ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആവശ്യമാണെങ്കിൽ അപ്പൊ ഇതിനകത്ത് വേറെയും കുറെ സാധനങ്ങളുണ്ട്. ഇതിൽ കെട്ടെടുപ്പുണ്ട്, പിന്നെ മിറ്റന്, ബൂട്ടി, തൊപ്പി കാണിച്ചു നോക്കട്ടെ ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, എഴുതി വെച്ചേക്കുന്നുണ്ടോ? മിറ്റൻ, ബ്യൂട്ടി, തൊപ്പി, കെട്ടെടുപ്പ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക് എല്ലാം റെഡിയായി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് റോംബസ് വെച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ തല മാത്രം ഇങ്ങനെ വെച്ചിട്ട് ബാക്കി മറ്റേ ഉടുപ്പ് മറ്റേ കൊതുക് കടിക്കാതൊക്കെ ഇരിക്കാൻ അല്ലേ, മറ്റേ കൈയും കാലും പുറത്തിടരുത് അങ്ങനെയുള്ള ഉടുപ്പുണ്ടല്ലോ, തുപ്പിയൊക്കെ വെച്ചിട്ട്. അതാടി. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മേടിച്ച റോംബറാണ്. അപ്പൊ ഇത് ഞാൻ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞിന് ഫസ്റ്റ് ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടവരുണ്ട് വേണ്ട, ഈ കാണുമല്ലോ ഒരു യെല്ലോ ഗ്രീൻ ഷെയ്ഡ് ഉള്ള. ഇതിപ്പോ എടുക്കണ്ട, ഒന്നും എടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് എടുത്ത് നിരത്തിയിട്ട് തേച്ച് മടക്കാനുള്ള ടൈം ഒന്നും. അത് മാത്രമല്ല തിരിച്ചു കയറ്റാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കവറിനകത്ത്. ഇത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ബേബി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആവശ്യമുള്ളതേ ഉള്ളൂ. ഇതും ഒരു എന്തായാലും നമ്മൾ ബാഗിനകത്ത് പാക്ക് ചെയ്യുന്നുണ്ട്. ഈ എടുത്തു എങ്ങാനും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട വരരുതെന്നുള്ള രീതിയിലാണ് നമ്മൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതിനുള്ളിൽ കുഞ്ഞിന്റെ കുറച്ച് ഫേസ് ടവലും ഒരു 1-2 തോർത്തും വെച്ചിട്ടുണ്ട്. ബേബി തോർത്ത്, ബേബി ടവൽ. ഹോസ്പിറ്റലിൽ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല തോർത്തൊന്നും. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ യൂസ് ആവുള്ളായിരിക്കും. പക്ഷെ എങ്കിലും നമ്മൾ ഫേസ് ടവലും ഒരു 1-2 തോർത്തും വെച്ചിട്ടുണ്ട്. ഫേസ് ടവൽ എന്തായാലും ആവശ്യം വരുമെന്ന് കുറേ വീഡിയോസിന്റെ കമന്റ്സിലും ഒക്കെ കണ്ടായിരുന്നു. അങ്ങനെ അതിനനുസരിച്ച് എടുത്തു വെച്ചതാണ്. നെക്സ്റ്റ് വൺ ഡ്രൈ ഷീറ്റ്. ഹോസ്പിറ്റലിൽ എത്രത്തോളം ഇത് യൂസ് ആകത്തില്ല എന്നൊന്നും അറിയത്തില്ല. എങ്കിലും ഒരു ബലത്തിന് വേണ്ടി ഡ്രൈ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്.
റിസീവിംഗ് ടൗൽ ഇനിയും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഫസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഫസ്റ്റിലെ ഉള്ള ദിവസങ്ങളിൽ കുഞ്ഞിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം. അതിലും അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇനിയൊന്നും ഇല്ല. നമ്മള് ചെറിയൊരു പാമ്പേഴ്സിന്റെ ചെറിയൊരു പാക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം എന്താ അറിയാ, ഇപ്പൊ ഇത് ചിലപ്പോ ഹോസ്പിറ്റലിൽ യൂസ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അന്നേരം മേടിച്ചു വെക്കുന്ന വേസ്റ്റ് ആയി പോകും. പിന്നെ ഓർത്ത് ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതിന് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് പിന്നീടായാലും പെട്ടെന്ന് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം മെഡിക്കൽ സ്റ്റോറുകളെല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് മേടിക്കാം. അപ്പം തുണി ആയിരിക്കാം കൂടുതലും. അപ്പൊ നമ്മൾ കൂടുതലും തുണിയാണ് കരുതിയിരിക്കുന്നത്. പിന്നെയുണ്ട് ഒരു ബാബിയോ ബേബി വെറ്റ് ടവൽ, ഒരു വെറ്റ് വെയ്റ്റ്സും കൂടെ വെച്ചിട്ടുണ്ട്. ഒന്നേ ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ വേറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒരൊറ്റ പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ മറ്റതും കൂടെ പൊക്കിക്കൊണ്ട് പോകും. അപ്പൊ നമ്മുടെ ബേബിയുടെ ബാഗ് പാക്ക് ചെയ്യുന്നത് എന്താണ് ഇതിനകത്ത് എടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ബേബിന്റെ ബാഗില് ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം. ഇതിപ്പം ബാഗ് നമ്മൾ എടുക്കുമ്പോ സുഖമാണ്, പക്ഷെ തിരിച്ചു വെക്കാൻ ഭയങ്കര പാടാണ്. അതാ ഓർഡറിൽ വെക്കാനാണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ട്. അതെ, ഭയങ്കര എളുപ്പമായിരുന്നു പുറത്തോട്ട് എടുത്ത് കാണിക്കാൻ. വെച്ചിട്ട് ഇത് കറക്റ്റ് ഓർഡറിലാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ഇതിന് എടുക്കാൻ എളുപ്പമായിരുന്നു, തിരിച്ചു വെക്കാൻ ഭയങ്കര പാടാണ്. അതേപോലെ ഒരു കാര്യം മറന്നു കേസ്, നമ്മള് വേറെ 2 സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാണുന്ന നെറ്റ് ബെഡ് നമ്മള് ഈ കളറ് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മള് കൊറിയർ എവിടെയായിരുന്നു, പാലക്കാട്. അങ്ങ് പാലക്കാട് നമ്മൾ എത്തിച്ചാണ് കേസ് ഈ നെറ്റ് ബെഡ്. അടിപൊളിയാണ് കേട്ടോ, നല്ല കളർ സെറ്റ് സാധനം. അതിന്റെ ആർക്കെങ്കിലും എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞങ്ങള് കമന്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. ഞങ്ങൾ അങ്ങനെ. പക്ഷെ ഒരു കാര്യം കേസ്, അത് വന്നിട്ട് നമ്മളത് പോസ്റ്റ് ഓഫീസ് വഴിയായിരുന്നു അന്നത് മേടിക്കാൻ പോയത്. ഭയങ്കര ചടങ്ങായിരുന്നു കേസ്. ഇത് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കളറ് കണ്ടിട്ട് ഞാൻ ആ പേജ് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ മെസ്സേജ് ചെയ്തു. അവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേജ്. എന്നിട്ട് അവര് ഞങ്ങൾക്ക് അയച്ചു തന്നപ്പോ ഞങ്ങൾ ശരിക്കും ഫസ്റ്റ് പോയി ഇത് മേടിക്കുന്ന സമയത്ത് ഒന്ന് ഞെട്ടി. കാരണം ഭയങ്കര ചെറുതാണ് പാക്ക് എന്ന് പറഞ്ഞാല് നമ്മള് നെറ്റ് ബെഡ് ആണെന്നൊന്നും പറയത്തില്ലായിരുന്നു, വേറെ എന്തോ സംഭവം പോലെ ഒരു ചെറിയൊരു സാധനമായിട്ടാണ് തോന്നിയത്. സാധനം സെറ്റ് ആയി. അടിപൊളി, കളർ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഇതിനകത്ത് വേറെ ഇതിന്റെ പേരെന്തായിരുന്നു, എനിക്ക് ഇതിന്റെ പേരായിരുന്നു, ഇതിന്റെ പേര് ക്യാരി ബെഡ്. നമ്മൾ ഇതിനകത്തൊരു ക്യാരി ബെഡ്, അതായത് കുഞ്ഞിനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട്. അതപ്പോ എനിക്ക് കുഞ്ഞിനെ എടുക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായിരിക്കും. അപ്പൊ കുഞ്ഞിനെ ഇങ്ങനെ താഴെ വീഴുന്നുള്ള പേടിയൊക്കെ മാറ്റിയിട്ട് മറ്റേ അതിന്റെ പേരെന്തായിരുന്നു, ക്യാരി ബെഡ്. ആ ക്യാരി ബെഡിനകത്ത് വെച്ച് ഇങ്ങനെ നടക്കും കേസ്. പൊളിയായിരിക്കും. അപ്പൊ ഇതും കുഞ്ഞിന് വേണ്ടിയുള്ളതാണ്. ഇത് നമ്മൾ കൊണ്ടുപോവാം, കാരണം കൊണ്ടുപോകാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് നമ്മള് അത്യാവശ്യം വേണ്ട സാധനങ്ങളെന്ന് അറിയാവുന്നതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോ ഇതിന്റെ സജഷൻസ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വേണ്ടായിരുന്നത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇന്ന സാധനം ആഡ് ചെയ്യണമായിരുന്നു എന്നൊക്കെ നിങ്ങളുടെ കമന്റ്സ് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മള് ഹോസ്പിറ്റലായി കഴിയുകയും ചെയ്യും, നമ്മുടെ ബേബി വരികയും ചെയ്യും. അപ്പോഴത്തേക്ക് എന്തെങ്കിലും സാധനങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി പുറത്തുനിന്ന് വാങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. പിന്നെ സജഷൻസ് അത് നിങ്ങൾക്ക് പറയാമല്ലോ. അപ്പൊ നമ്മുടെ ഇനി നെക്സ്റ്റ് ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ ബാഗാണ്. അപ്പൊ ഞാൻ ബാഗ് എടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ചെറിയ ബാഗാണ്. ലാസ്റ്റത്തെ അല്ല, ബാഗുകൾ വേറെ അങ്ങനെ നമ്മളിപ്പോ വീഡിയോക്ക് വേണ്ടി എടുക്കാം. അതായത് രമണ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ തേഞ്ഞൊട്ടി നല്ല 2 ഡയലോഗ് പറയാൻ വന്നേ. വെപ്രാളം കൊണ്ട് മൂടാക്കുന്നില്ലെന്ന് പറയത്തില്ലേ, അതേ അവസ്ഥ. ഇത് ടെൻഷൻ കൊണ്ട് വെപ്രാളല്ലേ സത്യം പറഞ്ഞാൽ. അത് ഇപ്പൊ പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ പ്രസവിക്കാൻ മുമ്പ് അവർക്കൊരു ടെൻഷൻ കാണും, അല്ലെങ്കിൽ വെപ്രാളമൊക്കെ കാണും. പക്ഷെ ഈ പുറത്തേക്കുന്ന ഹസ്ബൻഡ്സിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ടെൻഷൻ ഒന്നും ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. പുറത്ത് എത്ര ചിരിച്ചെന്ന് പറഞ്ഞാലും അവരുള്ളിലെ എന്റെ അമ്മേ. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ എന്തായാലും തുറക്കുന്നില്ല, കാരണം ഇടിച്ചു കുത്തി സിബൊക്കെ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഈ ബാഗിനകത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്സ്. എത്രത്തോളം വേണ്ടി വരും എന്നുള്ളത് അറിയത്തില്ല, മാക്സിമം വേണമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാങ്കറ്റ് ഒരുപാട് വേണ്ടി വരുമായിരിക്കാം. പലരും പറഞ്ഞു ബ്ലാങ്കറ്റുകൾ ഒരുപാട് വേണം. ഓരോരുത്തരും ഓരോ രീതിക്കാണ് പറയുന്നത്. അപ്പൊ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം, സി സെക്ഷൻ അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പോ ഏതായാലും നമ്മൾ കരുതിയിട്ടുണ്ട്. ഏകദേശം ഒരു ഇത്രയും പാർട്ട് വരെ ബ്ലാങ്കറ്റ് ആണ്, ബെഡ്ഷീറ്റ് ആയിട്ട് നമ്മൾ കരുതിച്ചിട്ടുണ്ട്. 3 ബ്ലാങ്കറ്റ്സ് എടുത്തിട്ടുണ്ട്. 3 ബ്ലാങ്കറ്റും ഒരു 7-8ഓളം ബെഡ്ഷീറ്റ് നമ്മൾ കരുതിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വിശ്വാസം. ഇപ്പോഴും
തികയോ ഇല്ല എന്നുള്ളതാണ് ഡൗട്ട്. കാരണം ബ്ലാങ്കറ്റ്സ് ഇനി മേടിക്കേണ്ട വരും എന്ന് പറയപ്പെടുന്നു, ആരൊക്കെയോ പറയുന്നു ഗൈസ്. അതുകൊണ്ട് അപ്പൊ ഇതാണ് ഈ ബാഗിനകത്തുള്ളത്, ബ്ലാങ്കറ്റ്സ് ആൻഡ് ബെഡ്ഷീറ്റ്സ്. പിന്നെ നമുക്ക് ഇനി വേറെ ബാഗ് ഉണ്ട് ഗൈസ്, അത് എന്റെ ബാഗാണ് ഗൈസ്. കാരണം എനിക്ക് എന്റെ ബാഗ് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് അവിടെ ചെന്ന ഊരും കൊടിയൊന്നും ഇല്ല ഗൈസ്. ഞാൻ വല്ല റോഡിലും കിടക്കേണ്ടി വരും, കാരണം എന്നെ അവർ കയറ്റത്തില്ല. പിന്നെ എനിക്ക് എന്തിനാ ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പുറത്ത് റൂം വല്ല എടുക്കേണ്ടി വരും. പുറത്ത് റൂം എടുത്ത് സുഖിച്ച് കിടക്കാൻ പോവാ. അതാണ് ഗൈസ്, സുഖിച്ച് കിടക്കാൻ പോവാ, നോട്ട് എ പോയിന്റ് പറഞ്ഞു. അപ്പൊ പിന്നെ ഇനി പൊന്നാക്കി ഒരു ബാഗ് ഉണ്ട്, അതിനകത്ത് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം. എന്റെ ഡ്രസ്സുകളെല്ലാം പറക്കി ഞാൻ ആ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓരോ ദിവസവും കുളിച്ചിട്ട് വരുമ്പോ അതിനകത്ത് എടുക്ക് വീടും. നോർമലി എല്ലാ ആണിനും ഉള്ള ഒരു ഇതായിരിക്കുമല്ലോ. ആയിരിക്കും, ആയിരിക്കും. ഈ ഇട്ടത് തന്നെ ഇടാനും അല്ലെങ്കിൽ ഇട്ടത് മീൻസ് നനയ്ക്കാത്തതല്ല, ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഇടാനും ആയിരിക്കുമല്ലോ. അതെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം പറക്കും ബാഗിനകത്ത് വെച്ചേക്കും. അപ്പൊ പിന്നെ അത് ഇടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കുറച്ച് സാധനങ്ങൾ എടുത്ത് റെഡിയാക്കി ഇന്ന കാര്യത്തിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചാൽ അത് അവിടെ ഇരിക്കും. പക്ഷെ ഇവരങ്ങനല്ലല്ലോ, ഇവർക്ക് ത്വര കൂടുതൽ. നമ്മള് കുറ്റക്കാരായി കേൾക്കുന്നുണ്ടോ? അപ്പൊ പൊന്നയ്ക്ക് വേണ്ടി ഒരു ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ അമ്മായിക്ക് വേണ്ടി അമ്മ എന്റെ കൂടെ ഉള്ളിൽ കാണാം. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയുള്ള ചപ്പല്, നൈറ്റി, പിന്നെ പേസ്റ്റ്, ബ്രഷ്, നമുക്ക് വേണ്ട എന്തൊക്കെയാണോ അതെല്ലാം അങ്ങനത്തെ എല്ലാ സാധനങ്ങളും, അമ്മയുടെ ഡ്രസ്സ്, കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഇതുപോലെ തന്നെ നമ്മള് വൃത്തിയായിട്ട് വെയിലത്ത് വെച്ച് നല്ല വെയിലത്തിട്ട് നല്ലതായിട്ട് ഉണക്കി റെഡിയാക്കി മടക്കി. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ടുള്ള തൂക്കുപാത്രം, ബക്കറ്റ്, കോപ്പ, സോപ്പ്, ബ്രഷ്, പേസ്റ്റ്, നമ്മൾ വിചാരിച്ചാലും നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് അവിടെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഫ്ലാസ്ക്, നമുക്ക് ഇപ്പം മെഡിക്കൽ കോളേജിന് ഇപ്പൊ ഒരു കാപ്പി കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പൊന്നാക്ക് റോഡിൽ പോയിട്ട് മേടിച്ചു കൊടുക്കുന്നത് അത്ര പോസിബിലിറ്റി ആയിട്ടുള്ള കാര്യമില്ല. നല്ല ലോങ് ഉണ്ട് ഗൈസ്. അപ്പൊ ഞാൻ വിചാരിച്ചതെന്ന് നമ്മൾ ഇവിടുന്ന് പോയതിനു ശേഷം വണ്ടി അവിടെ എങ്ങനെയെങ്കിലും എത്തിക്കാം. അതിനുശേഷം അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഗൈസ്. നടന്ന് പോയിട്ട് അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഗൈസ്. അപ്പം അങ്ങനെ നമ്മളൊരു കെറ്റിലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ കെറ്റിലെ ഫ്ലാസ്ക്, പിന്നെ ബക്കറ്റിനുള്ളിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, അങ്ങനത്തെ സാധനങ്ങൾ എന്ന് വെച്ചാൽ ബാത്റൂമിലേക്ക് വേണ്ട സാധനങ്ങള്, എന്താ ബാത്റൂമിലേക്ക് വേണ്ട സാധനങ്ങള്, സോപ്പ്, ചീപ്പ്, കണ്ണാടി, പൗഡർ, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമല്ല ഗൈസ്, തേയില, കാപ്പിപ്പൊടി, പഞ്ചസാര. പറഞ്ഞോളൂ കുട്ടി പറയാ. ഒരു കാപ്പി ഇടാനല്ലേ ഒരു വെള്ളം തിളപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങള്, പാത്രങ്ങള്, തൂക്കുപാത്രം. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ അടുക്കളയിൽ ഇപ്പൊ സാധനം ഇല്ല ഗൈസ്. ഈ ബക്കറ്റിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിപ്പൊടി, തേയില, പഞ്ചസാര, വെള്ളം തിളപ്പിക്കാനുള്ള പൊടി, ഓൾമോസ്റ്റ് സാധനങ്ങളും ഞങ്ങൾ കരുതിയിട്ടുണ്ട്. അതുപോലെ പായ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഒരു പായ എടുത്തിട്ടുണ്ട്, ഒന്നേ എടുത്തിട്ടുള്ളൂ. അത് ഇനിയിപ്പോ പായക്ക് ചിലപ്പോ വലിയ ഇത് വരത്തില്ലായിരിക്കും. പിന്നെ റോഡി വെള്ളം കിടക്കാൻ ഒരു പാവിരിച്ച് കിടക്കാല്ലോ. നമ്മള് ഒരു എന്താ ഒന്നുമില്ല പറ. ഇത്രയൊക്കെയാണ് അപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗ്. പറഞ്ഞു കഴിഞ്ഞപ്പോ ഭയങ്കര സിമ്പിളായിട്ട് തീർന്നു. അപ്പൊ എനിക്ക് ഒരു ബാഗ് എടുത്തിട്ടുണ്ട്, കുഞ്ഞിന് വേണ്ടി ഒരു ബാഗ് എടുത്തിട്ടുണ്ട്, ബെഡ്ഷീറ്റ് സാധനങ്ങൾക്ക് വേണ്ടി ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാൻ വേണ്ട വെള്ള തുണിയും സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മായിക്കൊരു ബാഗ്, ഈ പൊന്നയ്ക്കൊരു ബാഗ്, പിന്നെ നെറ്റ് ബെഡും ക്യാരി ബെഡും ബാഗ് അത് എടുത്തിട്ടുണ്ട്. പിന്നെ ബക്കറ്റ്, 2 ബക്കറ്റ്, കിസ്മത്തുകളെല്ലാം കൂടെ ചേർത്ത്, പിന്നെ ബാഗില്ല, പിന്നെ പായ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങൾ ഈ വീടും കൊണ്ട് കോട്ടയത്ത് അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗ്. ഭയങ്കര ആധികാരികമായിട്ട് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഒന്നും ചെയ്യാൻ ഞങ്ങൾ അത് മാത്രമല്ല, നമ്മള് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആലോചിച്ച് വെച്ചായിരുന്നു ഒരു ഹോസ്പിറ്റൽ ബാഗ്. അന്നത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് നമ്മൾ ചിലപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത് തന്നെ. പക്ഷെ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്യുകയും വേണം, പെട്ടെന്ന് പോവുകയും വേണം എന്ന് പറഞ്ഞപ്പോ നമുക്ക് പൊന്നാട ഒരു കണ്ടീഷൻ വെച്ചും, കാരണം പല കാര്യങ്ങളും ഇപ്പോഴത്തെ സമയമാണ്, പല കാര്യങ്ങളും ചിന്തിക്കും, ടെൻഷനാവും. അപ്പൊ പൊന്നാട ഈ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് അങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ തന്നെ പൊന്നാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളില് തീയായിരിക്കും. അപ്പൊ അത് കാരണം നമ്മള് ഇപ്പോഴത്തെ നമ്മുടെ ഈ വീഡിയോ ചിലപ്പം ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തു. പെട്ടെന്ന് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എന്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് മറന്നുപോയി, ഞാൻ സോറി. സത്യം പറഞ്ഞാൽ തന്നില്ല, മുടി പിന്നിടുക എന്നൊക്കെയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കുറെ ബുഷ്, സോപ്പ്, പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ, മേക്കപ്പ് സാധനങ്ങളുണ്ട്.
വെള്ളയിട്ട് അതിനകത്ത് കിടത്തുമ്പോ എന്ത് മേക്കപ്പ് ആണാവോ. പിന്നെ ഒരു കാര്യം പറ്റേ ഇപ്പൊ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല, അത് സത്യമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് എന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെണ്ടയിലൊന്നും ഇളകി വരാറില്ല. വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ വേറൊരാളും കൂടി ഇത് കണ്ട് അവർക്കും അതുപോലെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ അതിൽ നിന്ന് കിട്ടണം. അപ്പം അത്രമാത്രം നമുക്ക് അറിയാത്തത് കൊണ്ടും പിന്നെ ഞാൻ കുറേ വീഡിയോസ് കണ്ടു, ഹോസ്പിറ്റൽ ബാഗിന്റെ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ കുറേ സാധനങ്ങൾ കളക്ട് ചെയ്തത്. അല്ലേ, കുറേ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയത് തന്നെ അങ്ങനെയാണ്. നമ്മുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണം നമുക്ക് അറിയില്ല. എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ഹോസ്പിറ്റൽ ബാഗ് ചെയ്യും ബാക്കി കാര്യങ്ങള്. അപ്പോ ഈ ഫയലും ടാബ്ലറ്റ്സും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് പോലെ തന്നെ എല്ലാവരും ക്യാഷും എല്ലാം റെഡിയാക്കി അത് മാറ്റാതെ എടുത്ത്, ഇപ്പം ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, കാർഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് കയ്യിൽ കുറച്ച് ക്യാഷ് കരുതുക, അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് കരുതുക, അങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലേ, ക്യാഷ് പെട്ടെന്ന് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ കാർഡോ എടുക്കാത്തൊരു സ്ഥലത്താണെങ്കിൽ നമുക്ക് കയ്യിൽ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ലാസ്റ്റ് പറയാനായിട്ട്. അപ്പോ വിരലിലെണ്ണാവുന്ന ദിവസം 2-3 ദിവസം ഇപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ്. വ്യാഴാഴ്ച നമ്മൾ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ബുധനാഴ്ച ഇവിടുന്ന് പോകും, വ്യാഴാഴ്ച അഡ്മിറ്റ് ചെയ്യും. ചിലപ്പോൾ വ്യാഴാഴ്ചയാണോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണോ കേസ്. അപ്പൊ അതിൽ കൂടുതലായിട്ട് അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ എന്തായാലും ഈ ആഴ്ചക്കകം തന്നെ നമ്മുടെ ബേബി നമ്മൾ നേരിട്ട് കാണും കേസ്. ഇപ്പം ഭയങ്കര ചാട്ടാണ് കേട്ടോ കേസ്, പുറത്ത് വരാനുള്ള എല്ലാ വകകളും. അത് നോർമലി ചിലപ്പോ എല്ലാരും അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ വയറ്റില് ബേബി ഉള്ളപ്പോ അവൻ ആഗ്രഹത്തിന്റെ അല്ല, ആണ് പെണ്ണെന്നുള്ളൊരു ഇതല്ല, ആണ് പെണ്ണെന്നുള്ളതല്ല, നമുക്ക് ഓട്ടോമാറ്റിക് ഇങ്ങനെ വന്നു അവൻ എന്നുള്ള രീതിയിൽ വന്നു പോകുന്നതാണ്. ഇപ്പൊ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട് ഒക്കെ, എന്നാൽ തന്നെയും നല്ല ടെൻഷൻ ഉള്ളിലുണ്ട്, ഒരുപാട് ചിന്തകൾ ഉള്ളിലുണ്ട്. ഇപ്പോഴേ ഞാൻ ഹോസ്പിറ്റലിന്റെ പല സെക്ഷനിലാണ് നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് എത്തി. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും എല്ലാവരും ഓൾമോസ്റ്റ് അറിയുന്നത്. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, ഒരു കുഴപ്പവും ഇല്ലാതെ, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഞാനും കുഞ്ഞും സേഫ് ആയിട്ട് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനും, ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് പുതിയ ഒരുപാട് വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് ഇനി ഇടാനുള്ളതല്ലേ. അപ്പോൾ സേഫ് ആയിട്ട് ഞങ്ങൾ വരാൻ വേണ്ടി എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ 10 വട്ടം പറയും കേസ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല, എനിക്ക് വേറെ ഒന്നും പറയാൻ അറിയത്തില്ല. ഞാനിപ്പോ കരയും. ഓക്കെ, കരയണ്ട. സ്റ്റോപ്പ് ഗൈസ്. ഞങ്ങൾ ഇവിടെ വെച്ച് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിന്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം ഗൈസ്. ഇനി നമ്മൾ ഇനി വീഡിയോ എടുക്കുന്നതെന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ ഒരു വീഡിയോ നെക്സ്റ്റ് നമ്മുടെ ഇനി വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സാഹചര്യം ഇനി അവിടെ പോയി കഴിഞ്ഞിട്ട് എങ്ങനെ നടത്തില്ല ഗൈസ്, ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, ഇനി അവിടെ കയറാൻ പറ്റുമോ, കാണാൻ പറ്റുമോ, എന്താന്നുള്ളതൊന്നും ഒരു പിടിയില്ല. എന്തായാലും പൊന്നായും കുഞ്ഞിനെയും ഒന്നും കാണിക്കാതിരിക്കത്തില്ല, അത് കാണിക്കുക ചെയ്യും. നമ്മൾ ഇതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇനി വീട്ടിൽ വന്നതിന് ശേഷം. അതെ ഗൈസ്. അപ്പൊ ഇനി ഇടയ്ക്കുള്ള വീഡിയോസ് ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആയതിനു ശേഷം ഹോസ്പിറ്റൽ വീഡിയോസ് ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേരെ. ബൈ.